ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഒരു കളറും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. കൽപ്പറ്റ സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മാതൃഭൂമി സംഘടിപ്പിക്കുന്ന കളറിംഗ് കോമ്പറ്റീഷൻ. ഇങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ ആലുവിനെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൾ എല്ലാ കാര്യത്തിലും എക്സ്ട്രാ ഓർഡിനറി ഒന്നല്ല, പക്ഷേ ഒരു ആവറേജ് ഗേളാണ്. അതുകൊണ്ട് തന്നെ അവളെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അതിൽ ഒക്കെ ഇൻവോൾവ് ചെയ്യിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം തന്നെ രജിസ്ട്രേഷനൊക്കെ ചെയ്തു. 1 മണിക്കൂറായിരുന്നു കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇരുന്നും കിടന്നും 1.5 മണിക്കൂർ എടുത്തിട്ടാണ് കളറിങ് ഫില്ലായത് മോളത്. വയനാട്ടിൽ മൊത്തത്തിൽ നടന്നിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിന്നേഴ്സൊന്നും ആയിട്ടില്ല. പക്ഷേ മാതൃഭൂമി മക്കളെ വെറുതെ വിട്ടില്ല. അവർക്കൊരു സർട്ടിഫിക്കറ്റും കുഞ്ഞൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ മക്കളും ഭയങ്കര സന്തോഷത്തിലാണ്. രാവിലെ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ തിരിച്ചെത്തിയത് 3:30 അങ്ങനെ വീട്ടിലെത്തിയ ക്ഷീണം കൊണ്ട് നമ്മൾ കുറച്ചു നേരം കിടക്കുകയൊക്കെ ചെയ്തു. അന്നെയോ ദീദി എങ്ങനെ കറിയാ? അന്നെയോ അങ്ങനെ കറിയാ? അപ്പൊ കുഞ്ഞെങ്ങനെ കറിയാ? ആ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കൊരു പത്തൽ ഉണ്ടാക്കിയാലോ? അയിലപ്പത്തലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഏരിയയിലൊക്കെ ഇതൊരു കോമൺ ഡിഷാണ്. നമ്മൾ സ്നാക്സ് ആയിട്ട് വേണ്ടിയിട്ടും നമുക്ക് വേണമെങ്കിൽ ഡിന്നറായിട്ടും ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ അയിലയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി നമ്മൾ ഉപ്പും മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏത് മീൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഈ വലിയ അയില തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് അരപ്പ് വേണം. അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കരുത്, ഒന്ന് ഒതുക്കിയെടുക്കാവൂ. അതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നൈസ് പത്തിരി നൂൽപുട്ടെല്ലാം ഉണ്ടാക്കൂലേ, ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് തിളച്ച വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് ചിക്കനും ബീഫും എല്ലാം ഇട്ടിട്ടുണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയുള്ള ഒരു മാവാക്കി എടുക്കണം. ആദ്യം നമ്മൾ ഈ തേങ്ങയും ജീരകമൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായി തിരുമ്പി സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. കുറച്ചൊരു ടൈറ്റ് ഇല്ലാതെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല കട്ടിക്കാവുമ്പോൾ നമുക്കത് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ കൈ വെച്ചിട്ടല്ല പരത്തിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് മുന്നേ നമ്മുടെ മീനൊക്കെ ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് മീനിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇച്ചിരി മീൻ കൊണ്ട് തന്നെ നമുക്കൊരു 2-3 പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം സുഖമായിട്ട്. ഇനി നമ്മുടെ ഈ ഫ്രൈ ആയിട്ടുള്ള മീനിലെ ഇതുപോലെ പൊളിച്ച് മുള്ളെല്ലാം കളഞ്ഞിട്ട് ഒന്നിങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കണം. മുള്ള് പെടാതിരിക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് വെക്കണം. നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നത് നമ്മൾ മീൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് നല്ല ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണയും കൂടിയും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നല്ല ഒരു ബ്രൗൺ കളറിലാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അവസാനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ എണ്ണയിലും ഉപ്പുണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ മീൻ പൊരിച്ചയില്ലേ അതിലും ഉപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായത് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. മഞ്ഞൾ, മുളക്, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആ മീൻ ഇടുമ്പോൾ തന്നെ നല്ല ഫ്ലേവറും മസാലയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് മാത്രം നമ്മൾ മസാലയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവർ സ്പൈസി ആയി പോവും. മസാല എല്ലാം നല്ല റോസ്റ്റായിട്ട് അതിൻ്റെ ഒരു പച്ചമണം എല്ലാം മാറുന്നത് വരെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നുള്ളി മാറ്റി വെച്ചിട്ടുള്ള ആ മീനില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ അതിൻ്റെ ടേസ്റ്റൊക്കെ സ്പ്രെഡായിട്ട് നല്ലൊരു മസാല ആയി കിട്ടിയിട്ടുണ്ടാവും.
ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ഇട്ട് കൊടുക്കാം. അതായത് തേങ്ങ ഒന്ന് ഒതുക്കിയിട്ട് ജീരകം ചെറിയുള്ളി എല്ലാം ഇട്ട് ഒതുക്കിയിട്ട് ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഒരു വേറെ ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. മസാല നമുക്ക് അങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കാം. നമ്മുടെ ഈ മാവ് കുഴച്ചതിൽ നിന്ന് ഒരു വലിയ പോർഷൻ എടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പരത്തിയെടുക്കണം. ഈ സമയത്ത് നമ്മളടുത്ത് വാഴയില ഉണ്ടെങ്കിൽ അതിൽ പരത്തുന്നതാണ് ഏറ്റവും സുഖം. എന്നിട്ട് 2 വാഴൻ്റെ ഇലയിൽ ഓരോ പത്തിരി വെച്ചിട്ട് നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് നല്ലത്. എൻ്റെ കയ്യിൽ വാഴയില ഇല്ലേന്നു, അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തുകയാണ് ചെയ്യുന്നത്. നന്നായി പരത്തിയിട്ട് നമ്മളൊരു സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാനും ഏറ്റവും എളുപ്പം കുറച്ച് ലൂസിൽ മാവ് കുഴയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റായിട്ടും ഈ ഡോ ഉണ്ടാവും. കഴിക്കുമ്പോഴെല്ലാം സോഫ്റ്റായി കിട്ടാനും നമ്മൾ കുറച്ചൊരു ലൂസിൽ പരത്തുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാനിത് ഒരു സ്റ്റീമറിൻ്റെ മൂടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഫില്ലിങ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മേലെ ഒരു പത്തിരി കൂടി ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആവിയിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. എണ്ണയിൽ ഫ്രൈ ചെയ്യുകയൊന്നും ചെയ്യാത്ത നല്ല പത്തിരി കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ നമുക്കൊരു ഡിന്നറായിട്ട് ഇത് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. കാരണം ഇത് കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് കഴിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിന്ന് മാറ്റാൻ പറ്റൂട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോവും. തണുത്തതിന് ശേഷം നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്യൂലേ, അതുപോലെ കട്ട് ചെയ്ത് കഴിക്കണം. അപ്പോൾ ഒരു സാൻഡ്വിച്ച് പോലെയൊക്കെ അല്ലേ, ഈ ഒരു ഷേപ്പിൽ കിട്ടും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.